എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നോക്കാം. ആദ്യം മിറക്കിളാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. എന്തോ ഒരു മിറക്കിൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും എന്ന് കാണുന്നുണ്ട് കേട്ടോ. റിക്കവറിയാണ്. എക്സ്പാൻഷനും വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. മിറക്കിള് വരും എന്നാണ് ആദ്യമേ കണ്ടത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് മിറക്കിള് പോലെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നമുക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് മിറക്കിളായിട്ട് വരുന്നതെന്ന് നോക്കാം. എന്ത് മിറക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കിട്ടുന്നതെന്ന് നോക്കാം. മജീഷ്യന് വന്നിട്ടുണ്ട്. അടിപൊളിയാണല്ലോ ഇന്നത്തെ എനർജി. അപ്പോൾ ഒരു മാജിക് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്തെങ്കിലും മാജിക് നിങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യമാണ് ഈ ഒരു മാജിക് പോലെ നിങ്ങളിലേക്ക് വന്നത്. ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, ഒരുപാട് ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ചിട്ട് വിട്ട് കളഞ്ഞൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഇതിൽ മജീഷ്യൻ വന്നപ്പോൾ നിങ്ങളൊക്കെ ശരിക്കും മാജിക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അത്രയും മാജിക്കൽ പവറുള്ള ആൾക്കാരാണ്. പക്ഷെ അത് നിങ്ങളെക്കുറിച്ച് വലിയ ഒരു നിങ്ങൾ എന്താണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് പലപ്പോഴും ഇല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ പണ്ട് നിങ്ങൾ എന്തോ തീവ്രമായിട്ട് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. അതിന് നോക്കട്ടെ, ഒന്നുകൂടി നോക്കാം. 6 ഓഫ് കപ്പാണ്. ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടുമാകാം. അതിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പിന്നീടത് ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങളതങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. കുറേ കാലം കാത്തിരുന്നതിന് ശേഷം വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം ഒരു അത്ഭുതമായിട്ട് വരുന്നു എന്നുള്ളതാണ്. മിറക്കിളായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു ജോലി സംബന്ധമായൊരു കാര്യമാണ്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഒരു വർക്ക് പ്ലേസിൽ നിന്നും നിങ്ങൾക്കൊരു വിളി വരാൻ സാധ്യതയുണ്ട്. തിരിച്ച് ചിലപ്പോൾ നിങ്ങൾ അവിടേക്ക് പോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ച് ജോലിക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പകുതി വെച്ച് മതിയാക്കിയെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളത് ആ ഒരു കാര്യം നിങ്ങൾ ബ്രേക്ക് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് വീണ്ടും തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യവുമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം, ഒരു മിറക്കിൾ പോലെ നിങ്ങളുടെ മുന്നിൽ ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കും. ഒരു അറിയിപ്പ് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് പാസ്റ്റിൽ നിന്നും ഉള്ള കാര്യം തന്നെയാണെന്ന് കാണുന്നുണ്ട്. പിന്നെ റിക്കവറിയാണ്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച എന്തോ കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നേ ദിവസം തിരിച്ചു കിട്ടുന്നുണ്ട്. അതെന്തുമാകാട്ടാ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഗോൾഡോ കാശോ അല്ലെങ്കിൽ ATM കാർഡോ എന്തെങ്കിലും മൊബൈലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അതിന്ന് നിങ്ങൾ തിരിച്ചെടുക്കുന്നു, തിരിച്ച് നിങ്ങളിലേക്ക് കിട്ടുന്നു. അത് അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഒരുപാട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കാം. അത് തിരിച്ച് കിട്ടാനുള്ളൊരു കീ ഇന്നും ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അങ്ങനെ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ക്യൂൻ ഓഫ് പെന്റക്കിളാണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇതൊരു
സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിനാൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അത് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ആണ് കാണുന്നത്. ഒരു കാർഡും കൂടി നോക്ക്. പേജ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് പഴയത് പോകട്ടെ, പുതിയതായി തുടങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പഴയ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു അത് പുതിയൊരു കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പാസ്റ്റിൽ ചെയ്തത് തന്നെ. പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തന്നെ അത് തിരികെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ എക്സ്പാൻഷനാണ്, നിങ്ങൾ എന്തോ കാര്യം കുറച്ച് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം എന്താണെന്ന് നോക്കാം. അത് 9 ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിൽ, ചിലപ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അതൊരു ബിസിനസ്സാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തുവെങ്കിൽ ആ കാര്യം നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് നഷ്ടബോധത്തിൽ, നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് പലർക്കും ഇതൊരു ബിസിനസ്സാണ്. നിങ്ങൾ ആദ്യം തുടങ്ങിയ ഒരു ബിസിനസ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് നിങ്ങൾ ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതിൽ ചില ആൾക്കാർ ആരെങ്കിലും കൂടി നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു പാർട്ട്ണറെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ പാർട്ട്ണറെ കിട്ടി നിങ്ങൾ വീണ്ടും അതൊന്ന് ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് റീലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ആ ഒരു സ്ഥാപനം പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാർട്ട്നേഴ്സിനെ നിങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആ പാർട്ട്നേഴ്സിനെ ഇന്ന് നിങ്ങൾ കിട്ടും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാരണം 2 ഓഫ് പെന്റക്കിളാണ്, ഫിനാൻസിൽ കുറച്ച് ജഗ്ലിങ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ണം അതിൽ ബാധ്യതകൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ആരെങ്കിലും ഒന്ന് ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളത് നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ഒന്നുകൂടി ഏഞ്ചൽ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓറക്കിൾ കാർഡ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്നേ ദിവസത്തെ ബാക്കി കാര്യങ്ങൾ. ന്യൂ ബിഗിനിങ്സ് ആണ്, 2 കാർഡ് വന്നിട്ടുണ്ട്. പവറും വന്നിട്ട് ന്യൂ ബിഗിനിങ്സ്, ആദ്യം പറയാം. ന്യൂ ബിഗിനിങ്സ് ആണ്, പല കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കമാണ്. ഇതൊരു ഫൂൾ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പഴയ പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, എൻഡ് ചെയ്തു. ചിലപ്പോൾ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്ന് നിർത്തിപ്പോയ ചില കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിപ്പോയെങ്കിൽ അതായിരിക്കാം. ചില ആൾക്കാർ പഠിക്കാൻ പൊക്കോണ്ടിരുന്ന് അത് പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പറ്റാതിരുന്നെങ്കിൽ അതായിരിക്കാം. എന്ത് കാര്യത്തിനായാലും ഇന്നൊരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ആ സ്റ്റോപ്പ് ചെയ്തിരുന്ന കാര്യം, വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യം ഒരു പുതിയ തുടക്കത്തോടെ പുനരാരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ പവറാണ്, നിങ്ങൾ നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ മാജിക്കും ഒക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോയോ, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുമോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എനർജി ഇല്ലാതിരുന്നുവെങ്കിൽ നിങ്ങളുടെ എനർജി തിരിച്ച് പിടിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ പഴയ പോലെ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളതിൽ ആ ഒരു പഴയ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് നോക്കാം. ട്രയംഫാണ്, വളരെ ഊർജമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ട്രയംഫാണ്. അപ്പോൾ ശരിക്കും മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒരു പരാജിതനായി അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായി കാണുന്നുണ്ടെങ്കിൽ ആ പരാജയത്തിന് മുന്നിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും മറ്റുള്ളവർ തോറ്റുപോയി എന്ന് വിചാരിച്ചും ഒരുപാട് കളിയാക്കിയിരുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് ജയിച്ച് കാണിക്കണം എന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ ആ ഒരു
നിങ്ങളുടെ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ടേക്ക് വരുന്നു. പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ, പുതിയ പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ തോറ്റെടുത്ത് നിന്നും ജയിക്കാനുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു പല ആൾക്കാരും എന്നാണ് ഇവിടെ കാണുന്നത്. ഡിസെപ്ഷനായ എൻവിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അറിയാവുന്ന പലരും നിങ്ങളോട് അസൂയുണ്ട്, നിങ്ങളോട് ശത്രുതയുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പലരെയും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നമ്മളുടെ കൂടെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പ്ലാനിങ്സ് ഒന്നും പുറത്ത് പറയാതിരിക്കുക, അതൊക്കെ ബ്ലോക്ക് ആകും. അപ്പോൾ പല ആൾക്കാരും, നമ്മൾ വിശ്വസിക്കാത്ത പല ആൾക്കാരും നമ്മൾക്ക് ശത്രുക്കളായി ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചുറ്റും ശത്രുക്കളുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇമോഷണൽ വിഡ്രോവലാണ്. അപ്പം നിങ്ങൾ നെഗറ്റീവ് ആക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഇത്ര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചാലും ഇവിടെ അങ്ങനെയാണ് ഇപ്പം കാണുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം വന്നെങ്കിലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പരാജയങ്ങളും വന്നാലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ച് ഊർജ്ജമൊക്കെ സംഭരിച്ച് വരുമ്പോൾ നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡീപ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. മനസ്സിലാക്കിയവർക്ക് നിസ്സഹായരുമായിരിക്കും, ഇവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച്. കാരണം നിങ്ങളുടെ ചില വീഴ്ചകളിൽ കൂടെ നിന്ന ആൾക്കാരായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയല്ല ആയിരിക്കും അവരുടെ ഉദ്ദേശം. കാരണം നിങ്ങൾ ഓരോ വീഴ്ച വന്നപ്പോൾ അവർ കൂടെ നിന്നത് എല്ലാവരും അങ്ങനെയാണ്. ചില ആൾക്കാർ നമ്മളുടെ വീഴ്ചയിൽ കൂടെ നിൽക്കും. എന്തിനാണെന്ന് അറിയാമോ? നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയാൻ. യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കരയുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ വളരെ സഹതാപ തരംഗം ഉണ്ടാക്കി അവർ നമ്മളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റും. പിന്നീട് ഒരിക്കലും നമ്മൾ അതിൽ നിന്നും ഒരിക്കലും ഉയരരുത് എന്നവർ ചിന്തിക്കും. നമ്മളെപ്പോഴും ആ ഒരു വീഴ്ചയിൽ തന്നെ കിടക്കണം എന്നായിരിക്കും ആളുകൾ ആഗ്രഹിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും. പക്ഷേ നമ്മൾ ഈ വിശ്വാസം കൊണ്ട് നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വൈരാഗ്യമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞവർ ഒന്ന് താഴ്ത്തും. അന്ന് അങ്ങനെയായിരുന്നു. നമ്മൾ ഏറ്റവും സന്തോഷത്തിലിരിക്കുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും ഊർജ്ജത്തിലിരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വന്ന് പാസ്റ്റിലുള്ള ഒരു കാര്യം നമ്മളോട് പറയും. എന്തിനാണ്? അപ്പം നമ്മൾ വീണ്ടും ആ ഒരു പഴയ എനർജിയിലേക്ക് പോകും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉയരുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. മാസ്ക് ഇട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളോട് ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു തരും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കാം. ഇത് ഇങ്ങനെ ഒരു കാര്യമാണ്. കാരണം ഇമോഷണൽ വിഡ്രോവലാണ് ഇതിനകത്ത് കണ്ടത്. അപ്പം നിങ്ങളുടെ എനർജി കുറയ്ക്കുന്ന ആൾക്കാരാണ് അവർ. ഈ ഒരു 2 കാർഡും ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വൈരാഗ്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ഉയരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ എനർജി അവർ ഊറ്റിക്കളയും. നിങ്ങൾ ഈ ഒരു പവറിലേക്ക് വന്നല്ലോ, ആ പവറിലേക്ക് വരുന്നത് അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കീ അവരിൽ കാണും. ഇപ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമല്ലോ. അപ്പോൾ നിങ്ങളെ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു എനർജി കുറയുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ പോയിന്റിൽ അവർ കൈവയ്ക്കും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ എനർജി അവർ ലോസാക്കി കളഞ്ഞിട്ട് അവർ വളരെ സന്തോഷപൂർവ്വം പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ പ്ലാനിങ് ഒന്നും പുറത്ത് പറയാതിരിക്കുക എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഒരു കാർഡ് കൂടി നോക്കാം. അതോറിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു കടിഞ്ഞാൻ നിങ്ങളിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോളിലാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്
ഇപ്പം പലരും വിശ്വാസം കൊണ്ട് മറ്റുള്ളവരിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതെന്തെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരോട് പറയുകയും അവരോട് ഒന്ന് സഹായം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ മറ്റുള്ള ഒരാളിനും കൊടുക്കരുത്. ആവശ്യമില്ലാതെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് വേറൊരാളെയും കയറാൻ, അതായത് സുഹൃത്തുക്കളെയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഇപ്പം നല്ലവരും കാണും, നല്ലപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. പക്ഷേ ചില ആൾക്കാർ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ കൂടെ നിന്ന് ഏറ്റവും അധികം ചതി ചെയ്യുന്നവരായിരിക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതും ട്രാപ്പിലാക്കുന്നതും ചീറ്റ് ചെയ്യുന്നതും ഏറ്റവും അറിയാവുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുമുണ്ട് കേട്ടോ. ഇതിന് വേറൊരു സൈഡാണ് ഞാൻ പറഞ്ഞത്. നല്ല സൗഹൃദങ്ങളെയോ ബന്ധങ്ങളെയോ ഒന്നും അല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട് എന്ന് ഉറപ്പാണ്. അത് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ സൗഹൃദങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ആവശ്യമില്ലാത്ത രഹസ്യങ്ങളൊന്നും സുഹൃത്തുക്കളോട് പറയാതിരിക്കുക. പ്ലാനിങ്സ് ഒന്നും കൃത്യമായിട്ട് മറ്റൊരാളോട് പറയരുത്. നമ്മൾ ആ സക്സസ്സിലോട്ട് എത്തിയതിന് ശേഷം മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരാൾ ഡിസ്കസ് ചെയ്യാവൂ. അപ്പം ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളത്. ഇനി നമുക്ക് കൃഷ്ണ ഓറക്കിൽ നിന്ന് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരാനുള്ളത് ഭഗവാന് എന്നുകൂടി നമുക്ക് നോക്കാം. സെലക്ഷനാണ്. അപ്പം നിങ്ങൾ ചൂസ് വൈസ്ലി പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി. ചൂസ് വൈസ്ലി. നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യണതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യണം. അപ്പം അത് സുഹൃത്തുക്കളെ ആയാലും ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ബി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ശരിക്കും ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്ന സമയമാണ്. നിങ്ങളത് റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കാനാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. നോക്ക്. നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരിക്കൽ അത് മുട്ടിയില്ലെങ്കിൽ വീണ്ടും മുട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ നടത്തില്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കുക. ഒരു എഫേർട്ട് എടുത്താൽ അത് ഫെയിലായി പോയാൽ വീണ്ടും എഫേർട്ട് എടുക്കുക. അതാണല്ലോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ 10 പ്രാവശ്യം അത് ചെയ്ത് ശരിയാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസവും നമുക്ക് അങ്ങനത്തെ ആ ഒരു ബോധ്യവും നമുക്ക് വേണം. നമ്മളെ കൊണ്ട് അസാധ്യമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ എക്സാം എഴുതിയിട്ട് ഫെയിലായിപ്പോയ കുറേയധികം ആൾക്കാരുണ്ട്. 1 or 2 തവണ എഴുതിയിട്ട് ഫെയിലായിപ്പോയാൽ നിങ്ങളത് വിഷമിക്കുക വേണ്ട. വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അത് നടക്കും എന്നാണ് ഇന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. മേക്ക് ദ റൈറ്റ് ചോയ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശരിക്കും റൈറ്റ് ചോയ്സ് എടുക്കാനാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്കും ചെയ്യണം. അതിന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് എനിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കാൻ എന്നെ ദൈവം അനുഗ്രഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടാൻ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.